ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടത്തിന് വേണ്ടിയാണ് ഫുട്ബോൾ ലോകം ഒന്നടങ്കം ഇപ്പോൾ കാത്തിരിക്കുന്നത്. നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്ന തരത്തിലുള്ള വിശകലനങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം അർജന്റീന അവരെ ഫിസിക്കലി നേരിടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൻ്റെ ആദ്യ പകുതിയിലൊക്കെ ആ രൂപത്തിലാണ് അർജന്റീന കളിച്ചത്. ഒരുപാട് ഫൗളുകൾ അവർ നടത്തുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിൻ്റെ പേരിൽ റഫറിക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ഏതായാലും അർജന്റീനയെ ഈ ഫിസിക്കൽ ഗെയിമിനെ, അതല്ലെങ്കിൽ അവരുടെ ഈ പ്രകോപനങ്ങളെ എങ്ങനെ നേരിടും എന്നുള്ള ഒരു ചോദ്യം റോഡ്രിയോട് ചോദിച്ചിരുന്നു. അതായത് ഇതൊക്കെ ഫുട്ബോളിൻ്റെ ഭാഗമാണ് എന്നുള്ള മറുപടി റോഡ്രി നൽകിയിട്ടുണ്ട്. എന്നാൽ ആ പ്രകോപനങ്ങളിൽ തങ്ങൾ ചെന്ന് ചാടില്ല, അതിൽ വീഴില്ല, മറിച്ച് അതിനെ അവഗണിക്കും, അതിനെ മൈൻഡ് ചെയ്യില്ല എന്ന മറുപടിയാണ് റോഡ്രി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രകോപനങ്ങൾ ഫുട്ബോളിൻ്റെ ഒരു ഭാഗമാണ്. മത്സരം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കളിക്കളത്തിനകത്ത് പരമാവധി നൽകുന്ന നിർണായകമായ പ്രകടനം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ് അർജന്റീന എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അവർ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ അതിൽ ചെന്ന് ചാടില്ല, ഞങ്ങൾ അത് അവഗണിക്കും, മൈൻഡ് ചെയ്യില്ല. അത്തരം കാര്യങ്ങളിൽ ചെന്ന് ചാടാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇതാണ് റോഡ്രി മറുപടി നൽകിയിട്ടുള്ളത്. അത്തരം പ്രശ്നങ്ങളിലേക്ക് അർജന്റീന താരങ്ങൾ പോയാൽ തങ്ങൾ അതിൽ ചെന്ന് ചാടില്ല എന്ന ഒരു ഉറപ്പാണ് റോഡ്രി നൽകിയിട്ടുള്ളത്. അതേസമയം സ്പാനിഷ് പരിശീലകനായ ലൂയിസ് തൻ്റെ താരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അർജന്റീന പ്രകോപിപ്പിച്ചേക്കാം, അതിനെ സൂക്ഷിക്കണം എന്നുള്ള ഒരു വാണിംഗ് ലൂയിസ് തൻ്റെ താരങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിനേക്കാൾ രൂക്ഷമായ രൂപത്തിലാണ് ഐമറിക് ലപ്പോർട്ടെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അതായത് അർജന്റീന ഒരു ന്യായമായ രൂപത്തിലല്ല കളിക്കുന്നത്, അവരുടെ കളിശൈലി നല്ല രീതിയിലല്ല, റഫറി ഈ മത്സരം നല്ല രൂപത്തിൽ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഐമറിക് ലപ്പോർട്ട് പറഞ്ഞിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.